ഹലോ ഗൈസ്, ഇന്ന് ഹോസ്റ്റലിൽ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളാണ്. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ സാധനം വാങ്ങാൻ പോകും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടന്നു പോകുമ്പോഴാണ് നമ്മൾ ഹോസ്റ്റലിലുള്ള ബാക്കിയുള്ളവർ വേറെ എങ്ങോട്ടോ പോകാൻ നിൽക്കുന്നുണ്ട്. എങ്ങോട്ടാന്ന് വെച്ചപ്പോൾ ഒരു പറഞ്ഞ് ജൽമഹാലിൽ പോവാണ്. ഇതിന് പിന്നെ ജനിച്ചപ്പോഴേ ഒരു പിരി ലൂസാണ്. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ നമ്മളെപ്പോഴും രണ്ടെണ്ണത്തിന് പോലീസ് പിടിച്ചിരിക്കണേ. ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അങ്ങനെ ആദ്യം നമുക്ക് റൈസ് വാങ്ങണോ ചിക്കൻ വാങ്ങണോ എന്നുള്ള ഡൗട്ട് ചെയ്യുന്നു. അങ്ങനെ ചിക്കൻ വാങ്ങാൻ തീരുമാനിച്ച് ഞങ്ങൾ നേരെ നടന്നു. ഇവിടെ നിന്ന് ഫുള്ള് പോലീസാണ്. സംഭവം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് നമ്മളൊരു കാര്യം ഇന്ന് ഇവിടെ ഈ ചെങ്ങായി വരണ്ടേ അതിന്റെ സെക്യൂരിറ്റിക്ക്. അങ്ങനെ നമ്മൾ ചിക്കൻ കടയിലെത്തി. ഇതാണ് ഇവിടുത്തെ ചിക്കൻ കട. ഇവിടെയൊക്കെ കോഴിക്കളെ പുറത്ത് വിട്ടിക്കാണ്. അതിന്റെ ഇടയ്ക്ക് ഒരുത്തൻ കോഴിക്ക് ചുക്കാമണി ഉണ്ടോ നോക്കാൻ പോയിട്ട് കോഴിനെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതാണ് നിങ്ങൾ ഈ ഇവിടെ. 1 കിലോ ചിക്കൻ 200 രൂപയാണ്. ആരും തെറ്റിയിരിക്കല്ലോ, മൂപ്പര് വെളിക്കിരിക്കുന്നല്ല. മൂപ്പരാണ് ഇവിടുത്തെ ചിക്കൻ വെട്ടുന്നത്. കേരളക്കാരെ കണ്ടതിന്റെ പൊലിവ് കണ്ടത്. പ്രധാനപ്പെട്ട എവിടെയും കൊത്തിട്ടണ വരെ ഉണ്ടാവും ഓന്റെ. അവിടുന്ന് നമ്മൾ നേരെ റൈസ് വാങ്ങാൻ പോയി. ഒരു നെക്കും തിന്നും മണത്തൊക്കെ നോക്കിയിട്ടാണ് റൈസ് വാങ്ങുന്നത്. റൈസും വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പുഴുങ്ങിയില്ലല്ലേ, പുഴുങ്ങണം, അപ്പോഴൊരു കൊസി ഉണ്ടാവും. അങ്ങനെ നമ്മൾ നേരെ ഹോസ്റ്റലിൽ എത്തി. ആദ്യം തന്നെ ഉള്ളിമന്ന് അങ്ങോട്ട് തുടങ്ങി. നമ്മക്ക് പിന്നെ പണി അറിയാത്ത കൊണ്ട് ചിക്കനും കഴുകി കൊടുത്ത് നമ്മളവിടെ മാറിയെന്ന്. കൂടുതൽ ഇളക്കല്ലേ, ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. അങ്ങനെ നമ്മളെ മസാല അവിടെ റെഡി ആയി. അപ്പൊ നമ്മളെ വാർഡന് ചിക്കൻ പീസും ചോദിച്ചു. മൂപ്പർക്കല്ലോ ഹോസ്റ്റലത്തെ പട്ടിക്കാണ്. ലാസ്റ്റ് നമ്മളെ സാധനം മൊത്തത്തിൽ സെറ്റ് ആയിക്കണോ. ഇനി നമുക്ക് ഇത് അകത്താക്കണ പരിപാടിയാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ, ബാക്കിന് പിന്നെ